വിവാദ നായകൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് തിരിച്ചടിയായി ഒരു തുറന്ന കത്ത് ചർച്ചയാവുകയാണ്. ഈ തുറന്ന കത്ത് എഴുതിയിരിക്കുന്നത് ഗവർണർ തന്നെ കാലടി ശ്രീ ശങ്കരാചാര്യ സർവകലാശാല വൈസ് ചാൻസലറായി നിയമിക്കുകയും പിന്നീട് സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് പുറത്താക്കുകയും ചെയ്ത പ്രൊഫസർ എം.വി. നാരായണനാണ്. എം.വി. നാരായണൻ ഈ കത്തിൽ ഗവർണർ നടത്തിയ നിയമലംഘനങ്ങൾ ഉൾപ്പെടെ അക്കമിട്ട് നിരത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ഒന്നുകിൽ തന്നെ നിയമിച്ച മുഴുവൻ പ്രക്രിയകൾക്കും നേതൃത്വം കൊടുത്ത ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തൻ്റെ തെറ്റുകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ചാൻസലർ സ്ഥാനത്ത് നിന്ന് തന്നെ രാജിവെക്കണമെന്നും അല്ലെങ്കിൽ പരസ്യമായി മാപ്പു പറയാൻ തയ്യാറാകണമെന്നുമാണ് അദ്ദേഹം ഈ കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം ഇംഗ്ലീഷിലാണ് ഈ കത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത്. ആ കത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്: താങ്കളുടെ നിർദ്ദേശപ്രകാരം കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലർ പദവിയിൽ നിന്ന് എന്നെ പുറത്താക്കിയിരിക്കുകയാണല്ലോ. എൻ്റെ നിയമനം UGC ചട്ടപ്രകാരമല്ല എന്നും ഞാൻ വൈസ് ചാൻസലറുടെ ഓഫീസ് ഉടൻ ഒഴിയണമെന്നുമായിരുന്നു എനിക്ക് ലഭിച്ച നിർദ്ദേശം. തുടർന്ന് ഈ വിഷയത്തിൽ ഇടക്കാല ഉത്തരവിന് വേണ്ടി കേരള ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും കോടതി അതിന് വിസമ്മതിച്ചതിന് പിന്നാലെ ഞാൻ ഓഫീസ് ഒഴിഞ്ഞു. എന്നെ വൈസ് ചാൻസലർ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിലേക്ക് നയിച്ച സംഭവങ്ങൾ പരിശോധിച്ചാൽ ഈ നടപടി ഞാൻ നേരിടേണ്ടി വന്നത് എൻ്റെ തെറ്റുകൊണ്ടല്ല എന്നും മറിച്ച് ചാൻസലറായ താങ്കൾ തന്നെ വരുത്തിയ ക്രമക്കേടുകളും പിഴവുകളും കാരണമാണെന്നും വ്യക്തമാണ്. കാലിക്കറ്റ് സർവകലാശാല ഇംഗ്ലീഷ് വിഭാഗം പ്രൊഫസറായ എന്നെ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലർ തസ്തികയിലേക്ക് നിയമിക്കുന്നത് കമ്മിറ്റി അംഗങ്ങൾ ഏകകണ്ഠമായ. എന്നാൽ 2021 ഡിസംബർ 10 മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത പ്രകാരം സംസ്ഥാന വൈസ് ചാൻസലർമാരുടെ നിയമനത്തിലെ രാഷ്ട്രീയ ഇടപെടലിനെ കുറിച്ച് പരാതിപ്പെട്ടുകൊണ്ട് താങ്കൾ കേരള മുഖ്യമന്ത്രിക്ക് കത്തെഴുതി. വൈസ് ചാൻസലറുടെ നിയമനത്തിൽ ഒരു പേര് മാത്രം ശുപാർശ ചെയ്ത് തൻ്റെ അധികാരം പരിമിതപ്പെടുത്താൻ കമ്മിറ്റി ശ്രമിച്ചെന്നായിരുന്നു താങ്കളുടെ ആരോപണം. 3 പേരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുകയാണ് വേണ്ടതെന്നും എന്നാൽ അപേക്ഷകരിൽ ഒരാൾക്ക് മാത്രമാണ് യോഗ്യതയുണ്ടെന്നും സെർച്ച് കമ്മിറ്റിയിൽ പറഞ്ഞെന്നും ബാക്കി 6 പേർ പരിഗണിക്കപ്പെടാൻ പോലും യോഗ്യതയില്ലാത്തവരായിരുന്നു എന്ന് കമ്മിറ്റി പറഞ്ഞെന്നുമായിരുന്നു താങ്കളുടെ ആരോപണം. എന്നാൽ 2022 ഡിസംബർ 12 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി താങ്കളുടെ ഈ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞു. സെർച്ച് കമ്മിറ്റി മറ്റ് പേരുകൾ കൂടി നൽകാൻ തയ്യാറായിരുന്നുവെന്നും എന്നാൽ യൂണിവേഴ്സിറ്റി ആക്ട് അനുസരിച്ച് ഒരു പേര് മാത്രം നൽകാൻ താങ്കൾ തന്നെ അവർക്ക് നിർദ്ദേശം നൽകുകയായിരുന്നുവെന്നും സെർച്ച് കമ്മിറ്റിയിലെ അംഗം അറിയിച്ചതായിട്ടാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. 7/3/2022 ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറായി എന്നെ നിയമിക്കുന്നത്. SSUS ആക്ട് 1994 സെക്ഷൻ 24(3) പ്രകാരമുള്ള അധികാരങ്ങൾ ഉപയോഗിച്ചാണ് നിയമനമെന്ന് താങ്കൾ അന്ന് വ്യക്തമാക്കിയിരുന്നു. നിങ്ങളുടെ നിയമന ഉത്തരവ് തികഞ്ഞ വിശ്വാസത്തോടെ സ്വീകരിക്കുകയും 8/3/2022 വൈസ് ചാൻസലറായി ഞാൻ ചുമതലയേൽക്കുകയും ചെയ്തു. എന്നാൽ 7 മാസത്തിന് ശേഷം ഗവർണറുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എനിക്കൊരു നോട്ടീസ് അയച്ചു. APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറുടെ നിയമന കേസിലെ സുപ്രീം കോടതി വിധി പ്രകാരം സംസ്ഥാനത്തെ മറ്റ് 8 വൈസ് ചാൻസലർമാർക്കൊപ്പം എൻ്റെ നിയമനവും നിയമവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു ആ നോട്ടീസ്. UGC ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എൻ്റെ നിയമനമെന്ന് താങ്കൾ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് എനിക്ക് അയച്ച കത്തിൽ പറഞ്ഞത്. പിറ്റേന്ന് രാവിലെ 11:30 രാജിക്കത്ത് സമർപ്പിക്കണമെന്നും നോട്ടീസിൽ ആവശ്യപ്പെട്ടു. എൻ്റെ നിയമനം UGC ചട്ടങ്ങൾ അനുസരിച്ചുള്ളതല്ല എന്നും ഞാൻ ഉടൻ വൈസ് ചാൻസലറുടെ ഓഫീസ് ഒഴിയണമെന്നും നിങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും UGC 2018 ചട്ടങ്ങൾക്കനുസൃതമായാണ് നിയമനം നടത്തിയതെന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ചിരുന്നു എന്നായിരുന്നു എൻ്റെ മറുപടി. എന്നാൽ വിഷയത്തിലെ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാൻ ഹൈക്കോടതി വിസമ്മതിച്ച സാഹചര്യത്തിൽ ഞാൻ ഓഫീസ് ഒഴിഞ്ഞു. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ ചാൻസലർ എന്ന നിലയിൽ എന്നെ വൈസ് ചാൻസലറായി തിരഞ്ഞെടുത്തതിൻ്റെയും നിയമിച്ചതിൻ്റെയും തുടർന്ന് എന്നെ നീക്കം ചെയ്തതിൻ്റെയും മുഴുവൻ പ്രക്രിയകൾക്കും നേതൃത്വം നൽകിയത് നിങ്ങളാണെന്ന് ഇക്കാര്യങ്ങൾ പരിശോധിച്ചാൽ വ്യക്തമാകും. നിങ്ങൾ സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും നിങ്ങളുടെ കമ്മിറ്റിയുടെ ശുപാർശ ലഭിക്കുകയും ആ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നിയമനം നടത്തുകയും ചെയ്യുകയായിരുന്നു. മുഴുവൻ പ്രക്രിയയും നിലവിലുള്ള ചട്ടങ്ങൾക്ക് അനുസൃതമാണെന്ന് ഉറപ്പാക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമായിരുന്നു. ഏതെങ്കിലും ഘട്ടത്തിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി നിങ്ങൾ മാത്രമാണ്.
ചട്ടമനുസരിച്ചല്ല നിയമനമെങ്കിൽ അത് തിരുത്താൻ നിരവധി അവസരങ്ങൾ നിങ്ങൾക്ക് മുൻപിലുണ്ടായിരുന്നു. നിങ്ങൾ പുറത്തുവിട്ട വിജ്ഞാപനത്തിന്മേലാണ് ഞാൻ അപേക്ഷിച്ചതും നിങ്ങളുടെ രൂപീകരിച്ച സെർച്ച് കമ്മിറ്റിയുടെ ആശയവിനിമയത്തിൽ പങ്കെടുത്തതും. നിങ്ങളുടെ നിയമന ഉത്തരവ് സ്വീകരിച്ചത് മാത്രമാണ് ഞാൻ ചെയ്ത തെറ്റ്. ക്രമക്കേട് നടന്നതായോ യോഗ്യതയില്ലെന്നോ എന്ന ആരോപണം അന്നുയർന്നില്ല. നിങ്ങളുടെ പ്രവൃത്തികൾക്ക് ഞാൻ ഇരയാക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ഇപ്പോൾ ഒരു കുറ്റവാളിയായിരിക്കുന്നു. അതേസമയം നിങ്ങൾ സ്വയം പ്രതിരോധിച്ചു, പരിശുദ്ധനായി. എന്നാൽ മാധ്യമങ്ങൾ എന്നെ യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് കയറിപ്പറ്റിയ വ്യക്തിയായി ചിത്രീകരിച്ചു. സ്വയം മുഖം നഷ്ടപ്പെട്ട വ്യക്തിയായി ഞാൻ മാറി. പൊതുസമൂഹത്തിൽ നിന്ന് പോലും എനിക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നു. സർ, താങ്കൾക്ക് താല്പര്യമില്ലെങ്കിലും ഞാൻ വൈസ് ചാൻസലറായി സേവനമനുഷ്ഠിച്ച 2 വർഷത്തെ സർവകലാശാലയുടെ നേട്ടങ്ങൾ ഇവിടെ ചേർക്കുന്നു. ഞാൻ ഓഫീസ് ഒഴിഞ്ഞ് 1 മണിക്കൂറിനുള്ളിൽ മറ്റൊരു സർവകലാശാലയിൽ നിന്നുള്ള ഒരാളെ VC ഇൻചാർജായി നിങ്ങൾ നിയമിച്ച താങ്കളുടെ ഔചിത്യത്തെ അഭിനന്ദിക്കാതെ തരമില്ല. മറ്റൊരു സർവകലാശാലയിൽ നിന്ന് ഒരു വ്യക്തിയെ എന്ത് മാനദണ്ഡം വച്ചാണ് നിങ്ങൾ നിയമിച്ചത്? ആ നിയമനം പോലും അസാധാരണമാണ്. ഈ തസ്തികയിലേക്ക് പരിഗണിക്കപ്പെട്ട 7 അപേക്ഷകരിൽ ഒരാളായ, എന്നാൽ സെലക്ഷൻ കമ്മിറ്റിയുടെ ശുപാർശയ്ക്ക് വേണ്ടത്ര യോഗ്യതയില്ലെന്ന് കണ്ടെത്തിയ മറ്റൊരു സർവകലാശാലയിൽ നിന്നുള്ള ഒരാൾക്ക് നിങ്ങൾ ചുമതല നൽകാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണെന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. സർ, നിങ്ങളുടെ ഈ പ്രവൃത്തികൾ എനിക്കുണ്ടാക്കിയ മാനഹാനി ചെറുതല്ല. അതൊരിക്കലും പൂർണ്ണമായി വീണ്ടെടുക്കാൻ കഴിയില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങളോട് നഷ്ടപരിഹാരം ചോദിക്കണം. എന്നാൽ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. കാരണം അത്തരം പ്രതികാര നടപടികളിലേക്ക് ഞാൻ കടക്കുന്നില്ല. നിങ്ങളുടെ മാന്യതയുടെ ഒരു കണികയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തെറ്റുകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും അത് അംഗീകരിച്ചുകൊണ്ട് ചാൻസലർ പദവിയിൽ നിന്നും രാജിവെക്കുകയും ചെയ്യുക. അതുമല്ലെങ്കിൽ എന്നെ അപമാനിച്ചതിന് പരസ്യമായി ക്ഷമാപണം നടത്തുക. ഇതാണ് പ്രൊഫസർ MV നാരായണന് പറയാനുള്ളത്. പ്രൊഫസർ MV നാരായണനെ നിയമിക്കുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അന്ന് ഗവർണർക്ക് തോന്നിയില്ല ഇയാൾ അധിക യോഗ്യതയില്ലാത്ത, ഈ തസ്തികയ്ക്ക് ചേരാത്ത ഒരു വ്യക്തിയാണ് എന്ന്. പക്ഷേ ഗവർണർ പിന്നീട് സർക്കാരുമായുള്ള തർക്കമെല്ലാം രൂപപ്പെട്ട ഘട്ടത്തിലാണ് പ്രൊഫസർ MV നാരായണനെ വൈസ് ചാൻസലർ സ്ഥാനത്ത് നിന്നും പുറത്താക്കുന്നത്. ഗവർണർ തന്നെ ഒരാളെ നിയമിക്കുക, അതിനുശേഷം അയാൾക്ക് വ്യക്തമായ യോഗ്യതയില്ല എന്നും മറ്റും ആരോപിച്ചുകൊണ്ട് അയാളെ പുറത്താക്കുക. ഇതുമൂലം ആ വ്യക്തിക്കുണ്ടാകുന്ന അപമാനഭാരം എത്ര വലുതാണ് എന്ന് ഗവർണർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. എന്തായാലും ഈ തുറന്ന കത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ മുഖത്തേറ്റ ഒരു കനത്ത പ്രഹരമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഗവർണർ പ്രതികാര നടപടികൾ സ്വീകരിക്കുന്നവരെല്ലാം നിശബ്ദരായിരിക്കുകയാണ് പതിവ്. എന്നാൽ ഇത്തവണ ഗവർണറുടെ പ്രതികാര നടപടിക്ക് ഇരയാകേണ്ടി വന്ന മുൻ വൈസ് ചാൻസലർ തന്നെ ഒരു തുറന്ന കത്തിലൂടെ ഗവർണറുടെ മുഴുവൻ നിയമലംഘനങ്ങളും ഗവർണറുടെ ഭാഗത്ത് നിന്നുണ്ടായ മുഴുവൻ വീഴ്ചകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. എന്തായാലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇതിനൊരു മറുപടി നൽകും എന്ന് വിശ്വസിക്കുന്നതിൽ അർത്ഥമില്ല. കാര്യം ഗവർണർക്ക് അങ്ങനെയുള്ള ശീലങ്ങളൊന്നും പതിവില്ലാത്തതാണ്. ഗവർണർക്ക് ആകെയുള്ള ശീലം ഷോ കാണിക്കുക എന്നത് മാത്രമാണ്. അദ്ദേഹം ഇതിനു മുമ്പും പലരുടെ മുമ്പിലും ഷോ കാണിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് SFI പ്രവർത്തകരോട് തെരുവിൽ വെച്ച് അവരോട് കലഹിക്കുക, അവരോട് ആക്രോശിച്ചുകൊണ്ട് പാഞ്ഞെടുക്കുക, ഇതൊക്കെ ഗവർണറുടെ ഒരു സ്ഥിരം രീതിയായി മലയാളിക്ക് ഇപ്പോൾ മാറിയിട്ടുണ്ട്. എന്തായാലും ഗവർണറുടെ വൈസ് ചാൻസലർമാർക്കെതിരായ നടപടികൾക്കെതിരെ ഒരു മുൻ വൈസ് ചാൻസലർ തന്നെ, അതും ഗവർണർ നിയമിച്ച് ഗവർണർ തന്നെ പുറത്താക്കിയ ഒരു വൈസ് ചാൻസലർ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. എന്തായാലും ഈ തുറന്ന കത്ത് ഭാവിയിൽ വലിയ ചർച്ചയാകുമെന്ന കാര്യം ഉറപ്പാണ്.